I was listening to Priyanka's speech where she was describing what we saw in the aftermath of the landslides that happened here. പ്രിയങ്ക ഗാന്ധിജിയുടെ പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. അവരത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ആ വലിയ ദുരന്തത്തിന് ശേഷം വിറങ്ങലിച്ചു പോയി നാട്ടിൽ വന്ന് ഞാൻ കണ്ടതും നിങ്ങൾ കേട്ടതുമെല്ലാം ഓർക്കുകയായിരുന്നു. It was strange because for me it was the second time that I witnessed the tragedy of a landslide. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നാമതായിരുന്നില്ല. ഞാൻ രണ്ടാമത്തെ തവണയായിരുന്നു അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിന്റെ ഭീകരത, അതിന്റെ പ്രയാസങ്ങൾ ഞാൻ നേരിട്ട് കാണേണ്ടി വന്നത്. And both times I saw people of Wayanad react in the similar way. രണ്ട് തവണയും ആ ദുരന്തത്തിന്റെ മുമ്പിൽ വയനാടിന്റെ ജനതയുടെ പ്രതികരണത്തിന്റെ ധീരത ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് ഒരുപോലെ ഇരുന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. The entire Wayanad, regardless of religion, thoughts, age, they all suddenly came together. ജാതിയുടെയും മതത്തിന്റെയും പ്രായത്തിന്റെയും ചിന്തയുടെയും ആശയത്തിന്റെയും എല്ലാത്തിന്റെയും അതിരുകൾക്കപ്പുറത്തേക്ക് ആ ദുരന്തത്തിന്റെ മുമ്പിൽ ഒരു ജനത തോളോട് തോൾ ചേർന്ന് നിന്നതാണ് എന്നുള്ളത് ഞാനിപ്പോ അഭിമാനത്തോടെ ഓർക്കുകയാണ്. And you know, when you first hear about this type of thing, you have not seen it with your own eyes. It is not clear to you what has happened. ആദ്യ കേൾവിയിൽ കണ്ണിൽ കാണാത്തിടത്തോളം കാലം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. I remember the first time I saw this, we went up a little hill from where we could see that almost the entire village had been washed away. ഇത് സംഭവിച്ച ശേഷം ഒരു മലനിരയുടെ ഉയർന്ന തലത്തിൽ നിന്ന് നോക്കി കാണുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയത് കണ്ടു നിൽക്കേണ്ടി വന്നു. If people had not told me that there was a village there, I would never have known there was a village there. ആ കാഴ്ചയിൽ കണ്ടതിന് പുറമെ ജനങ്ങൾ അവിടെ ഒരു ഗ്രാമമുള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കാഴ്ച പോലും അങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വിശ്വസിപ്പിക്കാൻ കാരണമാകുമായിരുന്നില്ല. And second time again we climbed up. I remember hill nearby here, and we walked up. It was quite muddy, and I remember the firemen were working day and night. And then when you look down from the top of the hill, you realize the scale of the violence that nature has carried out. രണ്ടാമത് വന്നപ്പോ മലനിരകൾ നടന്നു കയറിയപ്പോ മണ്ണും ചളിയും താണ്ടിയപ്പോ ഉയരത്തിലെത്തി താഴോട്ട് നോക്കിയപ്പോഴാണ് പ്രകൃതിയുടെ ആ ഭീകര താണ്ഡവത്തിന്റെ അതിന്റെ അപകടാവസ്ഥ എത്രത്തോളമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടത്. How suddenly the most beautiful mountains suddenly become violent and hundreds of people die in seconds. മനോഹാരിതയുടെ പ്രതിബിംബങ്ങളായിരുന്ന ആ മലനിരകൾ അത് വലിയ ഖേദത്തിന്റെ ദുഃഖത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയതിന്റെ നിരവധി മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയതിന്റെ വേദനയായിരുന്നു കണ്ടു നിൽക്കേണ്ടി വന്നത്. I remember a little boy who we were talking to, whose entire family had drowned in front of him, and he had tried to save everybody. ഞാനൊരു ചെറിയ ആൺകുട്ടിയുമായി സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. തൻ്റെ കൺമുന്നിൽ കുടുംബം മുഴുവൻ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ദുരന്തം താങ്ങേണ്ടി വന്ന ഒരു ചെറിയ കുട്ടി. So you lost a lot, but you never lost your spirit. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും വയനാടിന്റെ ജനത അവരുടെ ആത്മവീര്യത്തെ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചത്. You never lost your courage. You never lost your courage. നിങ്ങളുടെ ധീരത ഒരിക്കലും നിങ്ങൾക്ക് കൈമോശം വന്നിരുന്നില്ല. And more important than spirit and courage, you never lost compassion for other people. അതുമാത്രമല്ല, ആത്മവീര്യത്തെക്കാളും ധീരതയെക്കാളും ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടെ
ആ നഷ്ടങ്ങൾക്ക് നടുവിലും കൂടെയുള്ളവരെ, മറ്റുള്ളവരെ കരുതാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ദൃഢമായി നിന്നു. അത് നിങ്ങൾക്ക് ഒരിക്കലും കൈമോശം വന്നിരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.